NDA ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കാസർഗോഡേക്ക് എത്തുന്നില്ല. കേരളത്തിന് അർഹമായ വിഹിതം കേന്ദ്രം നൽകുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണെന്ന് കെ സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മറുപടി. UPA സർക്കാർ കേരളത്തിന് നൽകിയതിന്റെ 10 ഇരട്ടി NDA സർക്കാർ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നടത്തുന്നത് വ്യാജ പ്രചരണമാണെന്നും കെ സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ 10 വർഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധനസഹായം, അത് പദ്ധതികളുടെ കാര്യത്തിലായാലും നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിലായാലും കേരളത്തിന് ഇതുപോലെ പരിഗണന ലഭിച്ച ഒരു കാലവും ഉണ്ടായിട്ടില്ല. UPA ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തേക്കാൾ 10 മടങ്ങ് 10 ഇരട്ടിയിലധികം കേരളത്തിന് പ്രയോജനം മോദി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. NDA ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പകരം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായിരിക്കും യാത്രയിൽ പ്രധാനമായും സംസാരിക്കുക. നരേന്ദ്രമോദിജിയുടെ ഈ അടുത്ത കാലത്തെ 2 സന്ദർശനങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ജനപിന്തുണ, അത് BJPക്കാരുടെ മാത്രം പിന്തുണയല്ല. ജനങ്ങൾ വലിയൊരു വിഭാഗം ആൾക്കാർ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു. മോദി വേണം കേരളത്തിനെന്ന് ആഗ്രഹിക്കുന്നു. മോദിയുടെ രാഷ്ട്രീയത്തിലൂടെ ഇനി കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു. NDA നേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും CK ജാനുവും പദയാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും പദയാത്ര. റിപ്പോർട്ടർ, കാസർഗോഡ്.